ഒന്ന് ചിരിച്ചേ. ചിരിക്കേ, ഒന്ന് ചിരിക്കടി. മോൾക്ക് അങ്കിൾ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ മോളെ ചോക്ലേറ്റ്. മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. ആവശ്യം പോലെ കഴിച്ചോ. അങ്കിളല്ലേ തരുന്നത്, വാങ്ങിക്കേ. ദാ നല്ല ചോക്ലേറ്റാ, കഴിക്കി. മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? വിനുവങ്കളെ ഒളിച്ചിരിക്ക, കണ്ടുപിടിക്കണം. ആഹാ, മോളെ അങ്കിള് സഹായിക്കാം. വലിയ വീട്ടിൽ നല്ല നിലയിൽ കഴിഞ്ഞ കുട്ടിയല്ലടി. നമ്മുടെ പണത്തിന്റെ കുറവൊന്നും കുട്ടിയെ അറിയിക്കരുത്. ദിയുടെ കാര്യത്തിന് എത്ര പണം മുടക്കാനും എനിക്കൊരു മടിയില്ല. അതോർത്ത് നിനക്കൊരു ടെൻഷനും വേണം. കുട്ടിയോട് ദേഷ്യം കാണിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ സംഭവിച്ചതാ. പിന്നീട് മനസ്സിലായി, ആരോരുമില്ലാത്തൊരു കുട്ടിക്ക് അല്പം ആശ്വാസം പകരുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെന്ന്. മോൾക്കിപ്പോ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലേ. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ ദിയമ്മൾക്ക് ബുക്കും പെൻസിലും പേനയും വേണം. ശരി, അതൊക്കെ ഞാൻ മേടിച്ചു തരാം. പ്രകാശ് ചേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കുമോളെ. അല്ല, ഏട്ടന് എന്ത് കാര്യം എന്നെ കൊണ്ട് സാധിക്കാനുള്ളത്? ഒന്നും വേണ്ട. മൂത്ത സഹോദരനാണെന്നുള്ള പരിഗണനയും സ്നേഹവും കിട്ടിയ മാത്രം മതി. അതിനപ്പുറം ഒരു കാര്യവും എനിക്ക് നിന്നെ കൊണ്ട് സാധിക്കാനില്ല. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാ. വരട്ടെ. ഈശ്വര, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വിനുവേട്ടന് ഇപ്പൊ കാണിച്ചത് എന്തെന്ന് മനസ്സിലായോ? വലിയ വട്ടം വരച്ച് കാണിച്ചതിന് ലോകം എന്നാണ് അർത്ഥം. ലോകം അവസാനിക്കാൻ പോകുന്ന ഉദ്ദേശിച്ചത്. പ്രകാശന്റെ മാറ്റം കണ്ട അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. വന്ദനമ്മ പെട്ടെന്ന് വന്നേക്കാം. അതെ, മുറിയിലിരുന്ന് പഠിക്കണം കേട്ടോ. അല്ല, വിനോട്ടിന് ജോലിയൊന്നുമില്ലേ? അതെ, ഇത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചോ. ഇവൾക്കിനി കൊടുക്കണ്ട. അച്ഛമ്മേ, എന്തൊരു മൂഡൌട്ടായിട്ട് ഇരിക്കുന്നേ. വിനുവും ദിയമോളൊന്നും കൂട്ടിനില്ലേ? വയസ്സാവുമ്പോ ദൈവം മാത്രമേ കൂട്ടിനുണ്ടാവൂ. എന്റെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ കാര്യത്തിലും അതെ. എന്നാൽ ആ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതേ അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മുറുക്കാൻകൂട്ട. നല്ല തളിർവെറ്റിലിൻ, ഇളം പാക്കും, ചൊകച്ചൊകപ്പൻ പുകയിലിൻ, നല്ല പാല് പോലത്തെ ചുണ്ണാമ്പൂ. ഗണപതി അണ്ണാച്ചിയുടെ സ്പെഷ്യൽ മുറുക്കാൻ കൂട്ടാണത്. നാടൻ മുറുക്കാന്റെ ലഹരിയും കിട്ടും, നല്ല മധുരവും ആസ്വദിക്കാം. അവിടെ വെച്ചേക്ക്. എപ്പ തുടങ്ങി പുതിയ പരിഷ്കാരങ്ങളൊക്കെ? പരിഷ്കാരങ്ങളൊന്നും തീർന്നിട്ടില്ല അച്ചമ്മേ. കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ നിയന്ത്രണവും ഞാൻ എടുത്തങ്ങോട്ട് കളഞ്ഞു. അയ്യോ, ഇപ്പൊ അച്ചമ്മ കാണുന്ന ശ്രീകൃഷ്ണലീലയുടെ സമയല്ലേ? വെറുതെ ഇരിക്കാതെ TV കാണൂ എന്റെ അച്ചമ്മേ.
ഈ നാട്ടിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതേതെങ്കിലും വഴിക്ക് അവിടെ എത്തിച്ചേരും. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ എന്നെ അത്ഭുതപ്പെടുത്തി കൊല്ലാതെ. വിയർത്തൊലിച്ചിരുന്ന ടി വി കാണണ്ട, ഫാനും ഞാൻ ഇട്ട് തരാം. ആ. ആഹാ. ഇടയ്ക്ക് ചായ വേണമെങ്കിലേ സുചിത്രയെന്നൊരു വിളി വിളിച്ചാ മതി. നല്ല കടുപ്പത്തിലുള്ള ചായ ഇട്ടു തരാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വരൂ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, പരീക്ഷിക്കാൻ നീ ബഹുവും എടുക്കാനാ. ക്രൂരമ്മ നീ ക്രൂരമായിട്ട് പരീക്ഷിക്കുകയാണോ? അമ്മേ, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ആ സംശയം എനിക്കും ഉണ്ട് എന്റെ ചന്ദ്രിക. പ്രകാശം പിശുക്കൊക്കെ നിർത്തി പണം ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നു. സുചിത്ര, നിന്റെ ശുക്രദശ തെളിഞ്ഞടി, തെളിഞ്ഞു. ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛമ്മേ. അവൻ ഏതോ മാർഗത്തിലൂടെ പണം വരുന്നുണ്ട്. അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്ന് മനസ്സിലാക്കാൻ എന്താ ഒരു വഴി? കാൽ കാശിന് വകയില്ലാത്ത കുചേലനെ ഭഗവാൻ വാരിക്കോരി കൊടുക്കുന്ന എപ്പിസോഡ് ഇനി വരാൻ പോകുന്നത്. അതിരുന്ന് കൺകുളിർക്ക് കാണന്റെ മക്കളെ. അയ്യോ, കറണ്ട് പോയി.